കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായി ശ്രമിക്കുക. 200 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്, എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ജേഴ്സി എവിടെയെന്നാണ് പല ആരാധകരും ചോദിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ലോഞ്ച് എപ്പോഴാണെന്ന് നമുക്കറിയില്ല ഒഫീഷ്യലായിട്ട്. അത് മിക്കവാറും ഈ ഒരു സെപ്റ്റംബർ 1 ഒക്കെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ചെറിയ ഇമേജസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു ഷൂട്ടിൻ്റെയും മറ്റ് സംഭവങ്ങളുടെയൊക്കെ അതിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ചില ഇമേജസൊക്കെ കൂളായിട്ട്, സാധാരണയായിട്ട് നമുക്ക് ഉറപ്പായിട്ടും യെല്ലോ കളർ കൂളായിട്ട് വേണം. ആ ഒരു യെല്ലോ കളർ കൂളായിട്ട് ആ ഒരു ജേഴ്സിയിലുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂ ലൈനും വരുന്നുണ്ട്. അത് കുറച്ച് കട്ടി കൂടി ഒരു ബ്ലൂ ലൈനും വരുന്നുണ്ട്. സോ അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി. അതിൻ്റെ ഒരു ചെറിയ ഇമേജസൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ 1 ഒക്കെ ആയിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യലായിട്ട് അതിൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ജേഴ്സിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജേഴ്സി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ക്ലിയറായിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയറായിട്ട് കാണാത്ത പോലെയും ആളുകൾ ചുമ്മാ കാണുന്നത് ഇത് കൊള്ളത്തില്ല, മറ്റേത് കൊള്ളത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ജേഴ്സിയിൽ പ്രത്യേകിച്ച് എന്തുണ്ട്? ഒന്നുമില്ല. ജേഴ്സി ഏതിട്ടാലും, അത് നല്ല ജേഴ്സി ഇട്ടാലും, ഭംഗിയുള്ള ജേഴ്സി ഇട്ടാലും, ഭംഗിയില്ലാത്ത ജേഴ്സി ഇട്ടാലും നമ്മൾ കപ്പടിക്കാൻ പോകുന്നില്ല. അതായത് ജേഴ്സി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കപ്പൊന്നും അടിക്കാൻ പോകുന്നില്ല. സോ എല്ലാത്തിലും ഇങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് മെൻറ്റാലിറ്റി അത് തന്നെയായിരിക്കും. അതായത് എന്തോ ചെയ്താലും കുറ്റമാണ്. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊരു മെൻറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം കുറ്റം പറയുക, അതാണ് ചെയ്യേണ്ടത്. അല്ല ചുമ്മാ കിടന്ന് കണ്ടതിനും പിടിച്ചും ജേഴ്സി കൊള്ളത്തില്ല, എന്ത് വരുന്നതിനും ജേഴ്സി കൊള്ളില്ല അതൊരു സംഭവം മാത്രമേ ഉള്ളൂ. ജേഴ്സിയൊക്കെ എന്തിനാണ് നോക്കുന്നത്? എനിക്കറിയാൻ ജേഴ്സി തന്നെയാണെങ്കിൽ നമുക്ക് കപ്പ് കിട്ടാൻ പോകുന്നുണ്ട്. സോ മാന്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാനേജ്മെൻറ്റിനെ കളിയാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. അതായത് ഞാൻ പറയുന്നത്, അതായത് ഇതുവരെ കപ്പടിച്ചിട്ടില്ല. നോർത്ത് ഈസ്റ്റ് ഇപ്പം കപ്പടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡ്യൂറൻ കപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഇനിയും ഇവിടെ കപ്പടിക്കാനുള്ള നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത്രയും ഫാൻസുള്ള നമ്മൾ മാത്രമേ ഉള്ളൂ കപ്പടിക്കാൻ. അത്ര ദയനീയാവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പറയുക. സോ അതിനുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ എന്തായാലും ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നതാണ് പുതിയ ജേഴ്സി. ആ ഒരു ജേഴ്സി എങ്ങനെയെങ്കിലും ആയിരിക്കട്ടെ, നല്ല ജേഴ്സിയോ പന്ന ജേഴ്സിയോ മോശം ജേഴ്സിയോ ഏത് കളറിൻ്റെ ജേഴ്സി എന്തായാലും ഇട്ട് കളിച്ചാൽ പോരെ. അത്രേ ഉള്ളൂ കാര്യം. ജേഴ്സി ഇനിയും കുറ്റം പറഞ്ഞുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ആ ചർച്ച മാറ്റേണ്ട. നമുക്കൊരു സ്ട്രൈക്കറിനെയാണ് വേണ്ടത്. എന്തായാലും സ്ട്രൈക്കർ വരാൻ ഒത്തിരി താമസിച്ചു. അതിൽ നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ആര് വന്നാലും അത് വെച്ച് കളിക്കുക എന്നുള്ളതാണ്. സോ അത്രേ പറയാനുള്ളൂ. സോ കപ്പ് വേണം. കപ്പിന് വേണ്ടി മാത്രമാണ്, ഷീൽഡിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ISL ലക്ഷ്യമിടുന്നത്. അതിൽ കുറഞ്ഞൊന്നും വേണ്ട. ട്രോഫിയും വേണ്ട, ഒരു കോപ്പും വേണ്ട. ട്രോഫി, അതായത് ISL ട്രോഫിയുടെ ഒരു ആവശ്യമില്ല. അത് 2-3 വർഷം കഴിഞ്ഞ് എടുത്ത് കളയുന്ന സംഭവമാണ് റെലിഗേഷൻ വരുമ്പോൾ. അത് ഇവിടെ കാണുന്നൊരു സംഭവമല്ല. സോ ട്രോഫി വെച്ചിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഉറപ്പായിട്ടും ഷീൽഡ് നമ്പർ 1 പൊസിഷൻ അതാണ് വേണ്ടത്. സോ നേടാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം.